അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദല്ലേ ഉസ്താദ്, ഇപ്പോൾ ഈ അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാ എന്ന് നമ്മൾ പറയുമല്ലോ. എന്ത് അനുഗ്രഹമാണെങ്കിലും എന്താണെങ്കിലും ഒരാളിപ്പോൾ സുഖമല്ലേ എന്ന് ചോദിച്ചാൽ നമ്മൾ അൽഹംദുലില്ലാ പറയും. എന്ത് അനുഗ്രഹം കിട്ടിയാലും നമ്മൾ അൽഹംദുലില്ലാ പറയല്ലോ. അതിന് വലിയ മഹത്വവും കൂലിയും ഒക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോൾ അതിനെ കേട്ടു, നമ്മളിപ്പോൾ മനസ്സറിഞ്ഞുകൊണ്ട് അൽഹംദുലില്ലാ എന്ന് ഒരാൾ പറഞ്ഞാൽ സ്വർഗത്തിലെ 8 വാതിൽ അവനിലൂടെ തുറക്കപ്പെടും, അവനക്ക് 8 വാതിലൂടെ പ്രവേശിക്കാമെന്നുള്ള ഒരു പ്രതിഫലം ഉണ്ട് എന്നുള്ളത്. അത് ശരിയാണോ? മഹാന്മാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? സാധാരണ ഇപ്പം നമ്മൾ വുളുവിൻ്റെ ശേഷമുള്ള ദുആ സ്ഥിരമായി ചൊല്ലുന്നവനക്ക് അങ്ങനെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഈ അൽഹംദുലില്ലക്കും അങ്ങനെ ഒരു പ്രതിഫലം ഉണ്ട് എന്നുള്ളത് മഹാന്മാരെവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇൻഷാ അല്ലാഹ് ഉസ്താദ് ഒന്ന് വിശദീകരിക്കും. മനസ്സറിഞ്ഞുകൊണ്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളും അവനക്ക് വേണ്ടി തുറക്കപ്പെടും, ഇഷ്ടമുള്ളതിലൂടെ അവനക്ക് പ്രവേശിക്കാൻ പറ്റും എന്നൊക്കെ മഹാന്മാർ പറഞ്ഞു തന്നെയാണ്. മഹാനായ ഇമാം റംലി റളിയല്ലാഹു അൻഹു ഒക്കെ അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഏതൊരു കിതാബ് തുടങ്ങുമ്പോഴും അതിൻ്റെ തുടക്കത്തിൽ ബിസ്മിയും ഹംദും ഒക്കെ മഹാന്മാർ കൊണ്ടുവരും. അങ്ങനെ മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു മിൻഹാജ് തുടങ്ങുമ്പോഴും അങ്ങനെ തന്നെയാണ് തുടങ്ങിയത്. മിൻഹാജിൻ്റെ തുടക്കം നോക്കിയാൽ കാണും. എല്ലാ കിതാബിൻ്റെ ആറൊക്കെ കിതാബിലൊക്കെ അങ്ങനെ മുമ്പ് അങ്ങനെ തന്നെ ആയിരിക്കും. ഇതിൻ്റെ 25-ാമത്തെ പേജിലുണ്ടോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹിൽ ബർരിൽ ജവാദില്ലദീ ജല്ലത്ത് നിഅമുഹു അനിൽ ഇഹ്സാഇ ബിൽ അഅദാദി. ഇങ്ങനെ തുടങ്ങിയിട്ടാണ് ഈ പറയുന്ന മിൻഹാജ് തുടങ്ങിയത്. അപ്പോൾ അള്ളാഹുവിൻ്റെ നാമം കൊണ്ടാണ് തുടങ്ങുന്നത്. ഇങ്ങോട്ട് പറഞ്ഞു അൽഹംദുലില്ലാ. അപ്പോൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞല്ലോ. ആ അൽഹംദുലില്ലാ വിശദീകരിച്ചു കൊടുത്താണ് മഹാനായ ഇമാം റംലി റളിയല്ലാഹുവിൻ്റെ അടുത്ത് നിഹായയിൽ ഇങ്ങനെ ഒരു വിഷയം പറയുന്നത്. പല ഒരുപാട് കിതാബിലുണ്ട് കേട്ടോ. ഇവിടെ അത് വ്യക്തമായിട്ട് റംലി ഇമാം പറയുന്നുണ്ട്. റംലി ഇമാമിൻ്റെ നിഹായയുടെ 1-ാം വാള്യം ഇതിൻ്റെ 19-ാമത്തെ പേജിൽ ഉണ്ടോ. അപ്പോൾ അവിടെ ഈ അൽഹംദുലില്ലാ വിശദീകരിക്കുക. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ വൽഹംദുലില്ലാഹി. അപ്പോൾ അൽഹംദുലില്ലാ എന്ന് പറയുമ്പം 8 അഹ്റുഫിൻ 8 ഹർഫുണ്ട്. അൽഹംദുലില്ലാ എന്നുള്ളത് നമ്മളിങ്ങനെ കൊണിച്ചു നോക്കുന്ന സമയത്ത് അതിൽ 8 ഹർഫുകൾ കാണാൻ പറ്റും. അൽഹംദുലില്ലാ എന്ന് പറയുന്നത് 8 ഹർഫാണ്. അപ്പം ഈ 8 ഹർഫാകുമ്പോൾ വ അബ്വാബുൽ ജന്നത്തി 8, സ്വർഗത്തിനക്ക് 8 വാതിലുകളുമാണ്. അപ്പോൾ സ്വർഗത്തിനക്ക് 8 വാതിലുണ്ട്. അൽഹംദുലില്ലാ എന്ന് പറയുന്ന പദത്തിന് 8 ഹർഫുകളും ഉണ്ട്. ഫമൻ ഖാലഹ അൻ സഫാഇ ഖൽബിഹി. ഉണ്ടോ, അവൻ്റെ ആ നിഷ്കളങ്കതയുടെ കൽബോട് കൂടെ ഒരാൾ എന്ത് ചെയ്യാണ് അങ്ങനെ പറയുകയാണെങ്കിൽ ഇസ്തഹക്ക 8 അബ്വാബിൽ ജന്നത്തി, സ്വർഗത്തിൻ്റെ 8 വാതിലുകളും അവർക്ക് കരസ്ഥമാക്കാൻ പറ്റും എന്ന് മഹാനായ ഇമാം റംലി റളിയല്ലാഹു അൻഹു പറയാം. എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ളതിലൂടെ അവന് പ്രവേശിക്കാൻ പറ്റും എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് നിഹായ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം ശബ്ര മല്ലിസി റഹിമഹുല്ല ആശത്തുൻ നിഹായയിലും പറയുന്നു. ആശത്തുൻ നിഹായയുടെ 1-ാം വാള്യം ഇതിൻ്റെ 32-ാമത്തെ പേജിലുണ്ടോ ഐ ഇസ്തഹക്ക അൻ യദ്ഖുല മിൻ അയ്യുഹാ ശാഅ ഫയുഖയ്യർ ബൈനഹാ ഇക്റാമൻ ലഹു. കണ്ടോ, അവന് ഇഷ്ടമുള്ളതിലൂടെ പ്രവേശിക്കാൻ പറ്റും. വല്ലാത്തൊരു ബഹുമതി അനുമതി തന്നെയാണ് അതൊക്കെ എന്നുള്ളതൊക്കെ. കാരണം ഈ അള്ളാഹുവിനെ സ്തുതിക്കുകയല്ലേ ചെയ്തത്. ആ ഒരു സ്തുതിയുടെ ഏത് നിഅമത്ത് കിട്ടിയാലും അതുപോലെ നമ്മൾ എന്തുണ്ട് അൽഹംദുലില്ലാ നമ്മൾ പറയേണ്ടത്. ഇനി കുറച്ച് കുറഞ്ഞാലും നമ്മൾ പറയേണ്ടത്, കിട്ടിയ കുറച്ച് കുറഞ്ഞാൽ അപ്പോഴും നമ്മൾ അൽഹംദുലില്ലാ പറഞ്ഞോളാം. കാരണം എന്താ, അത്രയും കിട്ടിയല്ലോ. അപ്പോൾ ഈ അങ്ങനെ ഏതൊരു സംഗതി എടുത്തു നോക്കിയാലും നമുക്ക് അൽഹംദുലില്ലാ ഒഴിവാക്കാൻ പറ്റാത്ത ഒരൊന്നാണ്. അപ്പോൾ അള്ളാഹുവിനക്ക് ശുക്ർ ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൽ അൽഹംദുലില്ലാ എന്ന് പറയുന്ന ഒരു വേർഡ് വല്ലാതെ കയറി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തുണ്ടായാലും അൽഹംദുലില്ലാ എന്നിങ്ങനെ പറയും. അതിന് വലിയൊരു പോരിശയുണ്ട്. അപ്പോൾ ആ പോരിശയാണ് ഈ വ്യക്തമായിട്ട് ഇതൊക്കെ പറയുന്നത്. ഇതൊരു ബഹുമതി തന്നെയാണ്, അനുമതി തന്നെയാണ് എന്നുള്ളത് ഇതൊട്ടനേകം മഹാന്മാർ പറഞ്ഞതാണ്. മഹാനിമാം ഷർവാനി റളിയല്ലാഹു അൻഹു തഹ്ഫ വിശദീകരിച്ചുകൊണ്ട് ആശത്തു ഷർവാനിൽ പറയുന്നുണ്ട്. സയ്യിദുൽ ബക്കരി അവിടുത്തെ യാനത്തു ത്വാലിബീനിൽ പറയുന്നുണ്ട്. അങ്ങനെ ഒട്ടനേകം പണ്ഡിതന്മാർ ഇതൊക്കെ ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ ആയതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാ എന്ന് മനസ്സറിഞ്ഞുകൊണ്ട് പറഞ്ഞാൽ സ്വർഗത്തിൻ്റെ 8 കവാടം തുറക്കും, ഇഷ്ടമുള്ളവരിലൂടെ പ്രവേശിക്കാൻ പറ്റും എന്നൊക്കെ മഹാന്മാർ പറഞ്ഞു തന്നെയാണ് കേട്ടോ.